25-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ. 10 കന്യകമാരുടെ ഉപമ. ഈ മനോഹരമായ ഉപമയെ ആസ്പദമാക്കി ചെറിയൊരു നർമ്മത്തിനും അതോടൊപ്പം ചെറിയൊരു ചിന്തയ്ക്കും വേണ്ടി ചില വർത്തമാന സാഹചര്യങ്ങളുമായി കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചെറിയ സ്കിറ്റിലെ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 10 കന്യകമാർ ഞങ്ങളിലൂടെ അല്ല, നിങ്ങളിലൂടെ അല്ല, നമ്മളിലൂടെ. നമ്മളിപ്പോ താമസിക്കുന്നുള്ളൂ. വേഗം വാ. പറഞ്ഞത് വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞെടുക്കുവാണല്ലോ. ഇത് നമുക്കുണ്ടെങ്കിൽ അടുത്ത് പോയി കാണും. ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും കൂടി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ ഇവിടെ കാണാനുണ്ടല്ലോ. ഇനി അവരെന്തെങ്കിലും വരാനിരിക്കുമോ? എനിക്കെന്തോ പേടിയുള്ളൂ. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കാൻ. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിലും എണ്ണയെല്ലാം വെട്ടി നമുക്ക് നിരാശരായി മടങ്ങേണ്ടി. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയം വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. ഞാനും കൂടെ വരുന്നു. ഓടി ഓടി എന്റെ നടു തളർന്നു. എത്ര നേരമായി അലറി വിളിക്കുന്നു. നിന്റെ ചെടി നിന്തോ? അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അത് നീ എന്താ താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇതെന്ത് കൂട്ടായത്? ഇന്നിവിടെ ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞിട്ട് ഞാനൊരു കരോക്കിയൊക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തമുള്ളതെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളം വെള്ളം വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ മറ്റു കല്യാണത്തിന് കണ്ടില്ലല്ലോ. പിന്നെന്താ ഇതിന്റെ പുതിയ ജോലിക്കാരി? ആപ്പിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ലെന്നേ. പിന്നെ ആപ്പിൾ പറയാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാരൻ വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എൻ്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടി വേണമല്ലോ. എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. നീ എത്ര നേരം എവിടെയായിരുന്നു? മലയാളമായിരുന്നു. എന്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ. നീ ആദ്യം ഇത് പറ. ചാനലിൽ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും? ഫാൻസ് അതൊക്കെ വിടും. പിന്നെ മണവാളം വേറായോ? മണവാളൻ എന്നൊരു ക്യാപ്ഷൻ കൂടി ഇട്ട പൊളിക്കും. നിങ്ങൾ ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടും ഇല്ല, കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എങ്ങനെ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടയ്ക്ക് അതൊന്നും പഠിച്ചോ? യജമാനൻ വരാറായും തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സൂചിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്തോ എപ്പോഴാണ് പെണ്ണുങ്ങളെ ഇത്? പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാൽ നമുക്ക് വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്കാം. അയ്യോ, ഞാനും എടുക്കാൻ പറഞ്ഞു. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ?
ഞാനെടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വയ്ക്കാനേ. ചോദിക്കും ഇപ്പൊ കിട്ടും. Hey girls, can I share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നമുക്കും ഒരു കാര്യം തന്നാൽ ഞങ്ങൾക്കും തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം വന്ന നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കേണ്ടെന്ന്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ എന്തിനാ ഇവിടെ ബാക്ക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് ഫെറാറിയിൽ പോകാം. വെള്ളയും വീണിട്ട് അറിയിക്കോളും ഓരോരോ മാരണങ്ങള്. കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയം. കയ്യിൽ പണിയോ. ഇവിടുന്നല്ലേ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചൊന്ന് താഴെ കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവനും ഒരാൾക്ക് ഒരു കഥ കളിച്ചെന്നാ തോന്നുന്നു. ഇനി നമ്മളെ പിടിച്ചതിന് മുന്നിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നതാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു, കഥക് തുറക്കൂ. ഞങ്ങൾ ഈ വാതിക്ക് തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂള് സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥകോർക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഒരു മാറി ഇല്ലാത്ത തുറക്കൂല. ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 വട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദി ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. എന്താണ് പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലർന്ന് കേട്ട് പേടിച്ചില്ല. പിന്നെ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണം? വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുകയും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവില്ല. ജാഗരൂകരായിരിക്കുവില്ല. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കങ്ങ് പേടിയാവുന്നു. വരും, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ കൊടുത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, തീർത്തും ആഭാരം ചെറിയ മുഖങ്ങളിൽ നിന്ന് ഇല്ലാതാക്കരുത്. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ.
ദൈവസ്നേഹം വാക്കുകൾ പോരാ